SFIയുടെ കോട്ടയായ പട്ടാമ്പി ശ്രീ നീലകണ്ഠ കോളേജിലെ പഠനകാലത്തെ വീറോടെ എതിരിട്ട് നിന്ന KSU നേതാവായിരുന്നു ഷാഫി പറമ്പിൽ. ആ വീറ് ഇന്നും ഷാഫിക്ക് കൈമോശം വന്നിട്ടില്ല. 1983 ഫെബ്രുവരി 12-നാണ് ഷാഫി പറമ്പിലിന്റെ ജനനം. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ ഓങ്ങല്ലൂർ വില്ലേജിൽ ഷാനവാസ് മൈമുന ദമ്പതികളുടെ മകനാണ് ഷാഫി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നിന്ന് ബിരുദ പഠനവും പിന്നീട് MBA പഠനവും പൂർത്തിയാക്കി. 2000-2004 കാലത്തെ പട്ടാമ്പി കോളേജിൽ KSUവിന്റെ ഭാരവാഹിത്വത്തിലൂടെയാണ് ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ പ്രവേശനമെന്ന് പറയാം. 2005-ൽ KSU ജില്ലാ ജനറൽ സെക്രട്ടറിയായി മാറി ഷാഫി. 2006-ൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായി. 2007-ൽ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും 2009-ൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റുമായി. 2020-ലാണ് ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത്. CPMനെയും കോൺഗ്രസിനെയും മാറി മാറി തുണച്ചിട്ടുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നായിരുന്നു ഷാഫിയുടെ ആദ്യ മത്സരം. 2011-ൽ കന്നിയംഗത്തിനിറങ്ങുമ്പോൾ ഷാഫിക്ക് പ്രായം 28. ആദ്യ പോരാട്ടത്തിൽ തന്നെ CPMന്റെ KK ദിവാകരനെ തോൽപ്പിച്ച് ഷാഫി നിയമസഭയിലെത്തി. 2016-ലും 2021-ലും വിജയം ആവർത്തിച്ചു. ഈ 2 തവണയും മണ്ഡലത്തിൽ ഷാഫി 2ാം സ്ഥാനത്തേക്ക് തള്ളിയത് BJPയുടെ ശോഭാ സുരേന്ദ്രനെയും ശ്രീധരനെയുമാണെന്ന പ്രത്യേകതയുമുണ്ട്. A ഗ്രൂപ്പിന്റെ ശക്തനായ നേതാവ് കൂടിയാണ് ഷാഫി പറമ്പിൽ. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ A ഗ്രൂപ്പ് സംഘടനയിൽ കരുത്തോടെ മുന്നിട്ട് നിൽക്കുന്നതാണ് കണ്ടത്. A ഗ്രൂപ്പുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. 6 ജില്ലകളിൽ പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കാനും A ഗ്രൂപ്പിന് സാധിച്ചു. രാഹുലിനു വേണ്ടി ശക്തമായി നിലകൊണ്ടത് ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു. ഭൂരിപക്ഷം ജില്ലകളിലും ഷാഫി പറമ്പിൽ തന്റെ അപ്രമാദിത്വം ഉറപ്പിച്ചിട്ടുമുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവെന്ന നിലയിൽ സംസ്ഥാനത്തെമ്പാടും ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ യുവത്വത്തിനിടയിൽ സൃഷ്ടിച്ചെടുത്തുള്ള ഓളം തീർച്ചയായും എല്ലാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുന്നുമുണ്ട്.